ഹായ്, ഞാൻ സുബിൻ VR. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പലർക്കും നോട്ടീസ് അയക്കുന്നുണ്ട്, SMS-ൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഇമെയിലായിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിലായിട്ട് വരുന്ന നോട്ടീസുകളുടെ കണ്ടന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ലയബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തിടണം. അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിങ്ങളുടെ ലോഗിനിലുള്ള കംപ്ലയിൻറ്റ്സ് പോർട്ടലിൽ നിങ്ങൾ അതിൻ്റെ ഒരു റെസ്പോൺസ് ഫയൽ ചെയ്തിടുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവർക്കും SMS അല്ലെങ്കിൽ ഇമെയിൽ അയക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസ് അല്ലെങ്കിൽ SMS അല്ലെങ്കിൽ ഇമെയിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ GSTയുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ലയബിൾ ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നോട്ടീസ് അയക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പല കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ബാങ്കിൽ 10 lakhs കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കാം, നിങ്ങളൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം, ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഷെയർ ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ്, ഫോറിൻ കറൻസി, ഫോറിൻ ട്രാവൽ, ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തിയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആളുകൾക്കാണ് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഇനി ചെയ്യാനായിട്ടുള്ളത്? ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ഒരു ലാബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക. ഉദാഹരണത്തിന് 1 കോടി രൂപയുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ച ഒരാളാണെന്ന് വിചാരിക്കൂ. അയാൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, പക്ഷേ ഇതുപോലെ ഒരു SMS വന്നു. 1 കോടി രൂപയുടെ പ്രോപ്പർട്ടി വാങ്ങിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ സാഹചര്യത്തിൽ അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ അത് കൂടുതൽ റിസ്കിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ അസസ്മെന്റ് ഇയറിൽ December 31 വരെ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് കഴിയും. അതായത് ഒരു ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് കഴിയും. അത് മാത്രമല്ല, തൊട്ട് മുൻ വർഷങ്ങളിലെ റിട്ടേണുകൾ അപ്ഡേറ്റഡ് റിട്ടേൺ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് ലാസ്റ്റ് 3 yearsന്റെ റിട്ടേൺ വരെ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ഒരാൾ, അയാൾക്ക് ഇവിടെ സോഴ്സ് ഉണ്ട്, റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ലയബിൾ ആണ്, പക്ഷേ കഴിഞ്ഞ വർഷങ്ങളായിട്ട് അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ലാബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ ഫയൽ ചെയ്തിടുക. കഴിഞ്ഞു പോയ വർഷങ്ങളിൽ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുക, റിട്ടേൺ ഫയൽ ചെയ്തിടുക. അതുമാത്രമല്ല, ഇത്തരം നോട്ടീസുകൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയൊരു സ്ക്രൂട്ടിനി നോട്ടീസായിട്ട് ഭാവിയിൽ ഇത് മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അന്ന് ലക്ഷങ്ങളുടെ ലാബിലിറ്റി വരുത്തി വയ്ക്കുന്നതിന് പകരം ഇപ്പോൾ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നുമില്ല, റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല എങ്കിൽ നിങ്ങൾ കംപ്ലയിൻസ് പോർട്ടലിൽ അതിനൊരു റെസ്പോൺസ് ഫയൽ ചെയ്തിടുക. ഉദാഹരണത്തിന് പല NRIസിനും നോട്ടീസ് വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവരുടെ NRI ഇൻകം ഇവിടെ നാട്ടിൽ ടാക്സബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ, ഉദാഹരണത്തിന് അവരൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാങ്ങിച്ചു, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എബൌട്ട് 10 lakhs ഉണ്ട്, പക്ഷേ ഇതിൻ്റെ എല്ലാം സോഴ്സ് എന്ന് പറയുന്നത് NRI ഇൻകം ആണ്. അപ്പോൾ ആ ഒരു കാര്യം കാണിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് റെസ്പോൺസ് ഷീറ്റ് ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വന്നിട്ടുള്ള നോട്ടീസുകൾക്ക് അല്ലെങ്കിൽ SMSകൾക്ക്, ഇമെയിലുകൾക്ക് തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യുക. റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്തിടുക, അല്ലെങ്കിൽ കംപ്ലയിൻസ് പോർട്ടലിൽ അതിന് റെസ്പോൺസ് സബ്മിറ്റ് ചെയ്തിടുക. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.